ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യപ്രകാശം ഏൽക്കുന്നതുകൊണ്ട് നമുക്ക് സൺ ടാൻ അഥവാ കരുവാളിപ്പൊക്കെ ഈ കാലാവസ്ഥയിൽ ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട്. പലരുടെയും മുഖ സൗന്ദര്യത്തിന് മങ്ങലേൽപ്പിക്കുന്ന ഒന്നാണ് ഈ സൺ ടാൻ. വളരെ പെട്ടെന്ന് ഈ കരുവാളി പകറ്റാനായിട്ട് സഹായിക്കുന്നതും അതുപോലെ നഷ്ടപ്പെട്ട നിറം വീണ്ടെടുക്കാൻ സഹായിക്കുന്നതുമായ 3 നാച്ചുറൽ ഫേസ് പാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യത്തെ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ തക്കാളി നീര്. നമ്മൾ തക്കാളി ഒന്ന് പിഴിഞ്ഞ ശേഷം അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. 1/2 ടീസ്പൂൺ നാരങ്ങ നീര്, 1 ടീസ്പൂൺ തേൻ. ഇത്രയും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് 10 മുതൽ 15 മിനിറ്റ് വരെ മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം. ഇളം ചൂടുവെള്ളം ഉണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഈ തേൻ്റെ ഇതെല്ലാം പൊക്കിട്ടാനായിട്ട് കുറച്ചുകൂടി നല്ലതാണ്. തക്കാളിയിലുള്ള സിട്രിക് പ്രോപ്പർട്ടീസ് സ്കിൻ ഡാർക്ക് ആവുന്നത് തടയാൻ സഹായിക്കും. അതുപോലെ സ്കിൻ ബ്രൈറ്റ് ആൻഡ് ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമുക്കറിയാം ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ധാരാളമുള്ള ഒന്നാണ് തേൻ. അപ്പോൾ തേൻ ചർമ്മത്തിന് ശോഭയും തിളക്കവും ഒക്കെ നൽകുന്നതിന് നല്ലതാണ്. അടുത്ത ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് 1 ടീസ്പൂൺ കടലമാവ്, 1/2 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ. ഇത്രയും നമ്മൾ ഒന്ന് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് പാലും കൂടി വേണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സൺ ടാൻ മാറാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് കടലമാവ്. നമ്മുടെ ചർമ്മത്തിൽ കൂടുതലുള്ള എണ്ണമയം അകറ്റാനും കടലമാവ് സഹായിക്കുന്നു. അതുകൊണ്ട് ഓയിലി സ്കിൻകാർക്ക് വളരെ നല്ലതാണ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് അപ്ലൈ ചെയ്ത് 10 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. മുഖത്തെ അമിതമായിട്ടുള്ള രോമ വളർച്ച തടയാനായിട്ട് കടലമാവും ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം വെള്ളം ചേർത്ത് പേസ്റ്റാക്കി രോമ വളർച്ചയുള്ള ഭാഗത്ത് അല്പസമയം പുരട്ടിയ ശേഷം പിന്നെ നമുക്ക് സ്ക്രബ് ചെയ്ത് കളയാം. സ്ത്രീകളുടെ അമിത രോമ വളർച്ച മാറ്റാനായിട്ട് ഒരുപാട് ഹോം റെമഡീസൊക്കെ ചെയ്ത് നോക്കിയവരുണ്ട്. പലരുടെയും അത് മാറുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. ഷേവിങ് ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും ചെയ്യാം. അത് ചെയ്തതുകൊണ്ട് കൂടുതലായിട്ട് രോമ വളർച്ചയൊന്നും ഉണ്ടാവില്ല. നമ്മളങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നെറ്റിയിലും അതുപോലെ മേൽചുണ്ടിലും ഒക്കെ രോമത്തിൻ്റെ ആ ഒരു കറുപ്പ് നിറം കാരണം നമ്മുടെ മുഖം ടോട്ടലി ഒരു കറുത്ത് ഇരുണ്ടൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഷേവ് ചെയ്തതിന് ശേഷം നമ്മൾ കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ സാധാരണ മഞ്ഞൾപ്പൊടിയോ പച്ചമഞ്ഞളോ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് പതിവായിട്ട്, അതായത് ഡെയിലി ബേസിൽ നമ്മൾ പുരട്ടുകയാണെങ്കിൽ വീണ്ടും രോമം വളരുന്നത് ശരിക്കും തടയാനും സാധിക്കുന്നുണ്ട്. സൺ ടാൻ മാറാനായിട്ട് 3ാമത്തെ ഫേസ് പാക്ക് ഏതാണെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ വറുക്കാത്ത അരിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗോതമ്പ് പൊടിയും. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കുക. ഈ ഒരു പാക്ക് നമുക്ക് 15 മിനിറ്റ് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. അതിനുശേഷം കഴുകിക്കളയാം. സാധാരണ വെള്ളം യൂസ് ചെയ്താൽ മതി. റൈസ് പൗഡർ ജപ്പാൻ സുന്ദരികളുടെ ബ്യൂട്ടി സീക്രട്ട് എന്നാണ് അറിയപ്പെടുന്നത്. പച്ചരിയിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. റൈസ് വാട്ടർ ഒന്നാന്തരം ഒരു നാച്ചുറൽ ടോണറാണ്. ഗോതമ്പ് പൊടി ചർമ്മത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും ചർമ്മം സുന്ദരമാക്കാനും ഒക്കെ സഹായിക്കുന്നു. അതുപോലെ മുഖക്കുരു തടയുന്നു. പ്രായമാകുമ്പോൾ ചർമ്മം ഇടിഞ്ഞു തൂങ്ങുന്നത് തടയാനായിട്ടും ഗോതമ്പ് പൊടിയിലെ ഗുണങ്ങൾ സഹായിക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞ ഫേസ് പാക്കുകൾ ഏതെങ്കിലും ഒരെണ്ണം ഒരു ദിവസം പുരട്ടിയാൽ മതി. അല്ലാതെ 3ഉം നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കേണ്ടതല്ല കേട്ടോ. നമ്മുടെ ചർമ്മത്തിന് ഈ പറഞ്ഞതിൽ ഏതാണ് കൂടുതൽ നല്ലതെന്ന് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കിയ ശേഷം അത് തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഇത് കരുവാളിപ്പുള്ള ഏതു ശരീരഭാഗത്തും പുരട്ടാം, അല്ലാതെ ഫേസിൽ മാത്രം ഉപയോഗിക്കേണ്ടതല്ല കേട്ടോ. പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും അതുപോലെ ഗൾഫിലൊക്കെ ഉള്ളവർക്കും ഫേസ് പാക്കുകൾ വീട്ടിൽ തയ്യാറാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് വാങ്ങാൻ പറ്റിയ ഹെർബൽ ഫേസ് പാക്ക് അല്ലെങ്കിൽ യാതൊരു അലർജിയും ഒന്നും ഉണ്ടാവാത്ത ഫേസ് പാക്ക് ഏതാണ്? അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഞാനിപ്പോൾ യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്യാനുള്ള കാരണം തന്നെ ഞാൻ യൂസ് ചെയ്യാതെ അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഒരിക്കലും എനിക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ബ്യൂട്ടി പ്രോഡക്റ്റുകളെക്കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയാത്തതും. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതിനെക്കുറിച്ച് മാക്സിമം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെക്കുറിച്ച് വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഹായ് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് വളരെ യൂസ്ഫുള്ളായ ഫേസ് പാക്കാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടതെല്ലാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്.
ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ സുഹൃത്തുക്കളോടും നമ്മുടെ ഈ ചാനലിനെ ഒന്ന് പരിചയപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.